മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 32-ാമത് വചനത്തിൽ നീതിമാന്മാർക്കോ അവൻ്റെ സഖ്യത ഉണ്ട് എന്നോർപ്പിച്ചിട്ടുള്ള വചനമുണ്ട്. നാം ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നീതിയോടുകൂടി, നിർമ്മലതയോടുകൂടി, പരമാർത്ഥതയോടുകൂടി, സത്യസന്ധതയോടുകൂടി നമ്മുടെ ജീവിതം കഴിപ്പാൻ നാം മനസ്സ് വയ്ക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നൽകുവാനിടയായിത്തീരുമെന്ന് നമ്മെ ഓർപ്പിക്കുക തന്നെയാണ്. നമുക്കറിയാം, മെസൊപ്പൊത്താമ്യയിലെ ഊരിൽ അബ്രഹാം തൻ്റെ സ്വയത്തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യഹോവയായ ദൈവം അബ്രഹാമിനൊരു വെളിപ്പാട് കൊടുത്ത് ഈ കാണുന്ന ദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീ ഇറങ്ങിത്തിരിക്കുവാൻ, പുറപ്പെടുവാൻ ആവശ്യപ്പെട്ടത്. ആ വാഗ്ദത്തം കേട്ട് മെസൊപ്പൊത്താമ്യയിലെ ഊരിൽ നിന്ന് യാത്ര തിരിച്ചതായി അബ്രഹാം തൻ്റെ ദർശനത്തിൽ കണ്ട പട്ടണത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, പാലും തേനും ഒഴുകുന്ന പട്ടണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ നിലകളിൽ യാത്ര ചെയ്യുവാൻ മനസ്സ് കാണിച്ച അബ്രഹാമിനോട് ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും വെളിപ്പെടുവാൻ കാരണമായി തീർന്നിട്ടുണ്ടെന്നും ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുകയാണ്. ഇറങ്ങിത്തിരിച്ച് അബ്രഹാമിൻ്റെ ഹൃദയത്തിനകത്ത് നേട്ടങ്ങൾക്കും സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും ഒക്കെ നിരവധി സാധ്യതകൾ ഉണ്ടായിരുന്നുവെങ്കിലും നീതിയും സത്യവും വിട്ട്, പരമാർത്ഥത വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ അബ്രഹാം മനസ്സു കാണിച്ചില്ല എന്നും അങ്ങനെ നിഷ്കളങ്കതയോടുകൂടി, നിർമ്മലതയോടുകൂടി, നീതിയോടുകൂടി ജീവിക്കുവാൻ അബ്രഹാം തയ്യാറായതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 23-ാമത് വാക്യം വായിക്കുമ്പോൾ അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഗ്രഹിക്കുമോ എന്ന് ചോദിക്കുന്നതായ ചോദ്യമാണ്. യഹോവയായ ദൈവം കൃത്യമായ തലത്തിൽ വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാമിനോട് ഇപ്രകാരം പറഞ്ഞു, ഇല്ല, ഒരു കാരണവശാലും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്ന കൂട്ടത്തിൽ, ദുഷ്ടന്മാരെ ഇല്ലായ്മ ചെയ്യുന്ന കൂട്ടത്തിൽ നീതിമാന്മാരെ നശിപ്പിച്ച് കളയുകയില്ല. കാരണം നീതിമാന്മാരോടുകൂടെ ദൈവത്തിൻ്റെ സഖ്യതയുണ്ട്, അവരെ ദൈവം സൂക്ഷിപ്പാനിടയാകുമെന്ന് ആഴമായി ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. ദൈവത്തിൻ്റെ ദാസനായ അബ്രഹാമിന് ദൈവത്തിൻ്റെ പ്രത്യേകമായ സഖ്യതയും അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ലോത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ച്, സോദോമിൻ്റെ നാശത്തെക്കുറിച്ച്, ഗോമോറയുടെ നാശത്തെക്കുറിച്ച് കൃത്യമായ തലത്തിൽ ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായിത്തീർന്നത്. മാത്രമല്ല, അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ നന്മകൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കാരണമായി തീർന്നതിന് പിന്നിൽ നീതിയോടുകൂടിയുള്ള അബ്രഹാമിൻ്റെ ജീവിതമായിരുന്നു. മാത്രമല്ല, ഇയ്യോബിൻ്റെ ചരിത്രം പരിശോധിക്കുന്നെങ്കിലും നീതിക്ക് വേണ്ടി നിലനിന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പിന്നത്തേതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത് നമുക്ക് വളരെ കൃത്യമായി കാണുവാൻ സാധിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വക്രതയോടുകൂടി, സാഹസത്തോടുകൂടി, ദോഷം പ്രവർത്തിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുന്നവരായിട്ടല്ല, നീതിപൂർവമായ ഒരു ജീവിതം നമുക്ക് നടത്തുവാനും ആ തലത്തിൽ ദൈവത്തിൻ്റെ സഖ്യതകളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും
ദൈവത്തിൻ്റെ നന്മകളും അനുഭവിക്കുന്നവരുമായി തീരേണ്ടതിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ തലങ്ങളിൽ പ്രാർത്ഥനാ മണ്ഡലത്തിൽ ജീവിക്കുന്നവരുമായി തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിനെൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ഈ ചെറിയ ജീവിതകാലത്തിൽ നീതിയോടും നിർമ്മലതയോടും പരമാർത്ഥതയോടുകൂടി ഞങ്ങൾക്ക് ജീവിപ്പാനും ആ തലത്തിൽ അത്യുന്നതനായ ദൈവമായി ആഴമായ സഖ്യതയിൽ ജീവിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണം. എൻ്റെ കേൾവിക്കാരെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.